നമസ്കാരം. ഇന്നലെ എന്നെ ഒരു ചേട്ടൻ വിളിച്ചു. ചേട്ടൻ അല്പം കൺഫ്യൂഷനിലാണുള്ളത്. കാരണം ചേട്ടൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ചേട്ടൻ്റെ മോർട്ട്ഗേജ് ബ്രോക്കറിൻ്റെ അടുത്ത് പോയപ്പോൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ആണെങ്കിൽ $8,00,000 വരെ ബോറോയിങ് കപ്പാസിറ്റി കിട്ടും. വേറാസ് എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ $6,00,000 കിട്ടുള്ളൂ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറയുകയാണ് എന്നോട്, ഇപ്പോൾ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ആണെങ്കിൽ നെഗറ്റീവ് ഗിയറിങ്ങിൻ്റെ ബെനിഫിറ്റ് ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു എന്നോട്. ഞാൻ എൻ്റെ അഭിപ്രായം ചേട്ടനോട് പറഞ്ഞു. ചേട്ടനോട് ഞാൻ പറഞ്ഞു, എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടിയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഞാൻ ഇതുവരെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. എന്നെ വിളിക്കുന്ന ക്ലയൻസിനോട് പറയാറുള്ളതും അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളതും. അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്കിവിടെ നോക്കാം. അപ്പം $8,00,000 ഒരു ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ചേട്ടൻ വാങ്ങുകയാണെങ്കിൽ ചേട്ടന് $600 മുതൽ $650 വരെയാണ് വീക്കിലി റെൻറ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ വരുന്ന നഷ്ടം ഒരു $15,000 മുതൽ $20,000 ആണെങ്കിൽ ഇത് നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റിലൂടെ ചേട്ടൻ്റെ പേഴ്സണൽ ഇൻകത്തിന് അഗെയിൻസ്റ്റ് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റാണ് ഇവിടെ കാണുന്നത്. വേറെ എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു $5,50,000 വാങ്ങിയെന്ന് വെച്ചോ, അപ്പോൾ $500 റെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് വരുന്ന നഷ്ടം ഒരു $5,000 മുതൽ $10,000 ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ ഹോംവർക്ക് കറക്റ്റായിട്ട് വെച്ച് ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ, ഞാനെപ്പോഴും പറയുന്ന പോലെ ലാൻഡ് ടു അസറ്റ് റേഷ്യോ 60%, റെൻ്റൽ ഈൽഡ് 5%, വേക്കൻസി റേറ്റ് 2%-ൽ താഴെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ നോക്കി ഒരു പ്രോപ്പർട്ടി ഈ ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ വാങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ പറയാൻ ഡിഫിക്കൽട്ട് കണ്ടീഷൻ ഞാൻ പറയാൻ കാരണം, നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ റിഫോമിൻ്റെ പ്രപ്പോസലുണ്ട്, നെഗറ്റീവ് ഗിയറിങ് മാറുന്നു. അപ്പോൾ ആളുകൾ പാനിക്കാണ്. ഈ അവസ്ഥയിൽ ഏറ്റവും നല്ല ബൈ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ഒരിക്കലും ഇങ്ങനെ തന്നെ നിലനിൽക്കില്ല. കുറച്ച് കഴിയുമ്പോൾ കണ്ടീഷൻ മാറും. എന്താണ് കണ്ടീഷൻ മാറുമ്പോൾ എന്താ നിങ്ങൾക്ക് പറ്റുക? നിങ്ങൾക്ക് ലോണിൻ്റെ റീപേയ്മെൻറ്റ് കുറയും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ റീപേയ്മെൻറ്റ് കുറയും, റെൻ്റൽ ഡിമാൻഡ് കൂടും, റെൻറ്റ് കൂടും. കാരണം നെഗറ്റീവ് ഗിയറിങ് 1985-ൽ എടുത്തു കളഞ്ഞപ്പോൾ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് മാർക്കറ്റിൽ. അന്ന് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് കുറഞ്ഞു, റെൻ്റൽ പ്രോപ്പർട്ടികൾ കുറഞ്ഞു, റെൻ്റൽ ഡിമാൻഡ് ഒരുപാട് വന്നു, റെൻറ്റും കൂടി. അപ്പോൾ അതേപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അപ്പോഴും ബെനിഫിറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രോപ്പർട്ടി വാങ്ങിയ നിങ്ങളുടെ പ്രോപ്പർട്ടി ന്യൂട്രൽ ഗിയറിങ്ങിലോ അല്ലെങ്കിൽ പോസിറ്റീവ് ഗിയറിങ്ങിലോ ആകാനുള്ള സാധ്യത നിങ്ങൾക്കാണുള്ളത്. വേറാസ് ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി വലിയ പ്രൈസ് വാങ്ങിയ ആൾക്കാർക്ക് ഒരുപാട് സമയമെടുക്കുക ആ പ്രോപ്പർട്ടി ന്യൂട്രൽ ഗിയറിലോ അല്ലെങ്കിൽ പോസിറ്റീവ് ഗിയറിലോ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരാണ് ഇവിടെ പണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ സാമ്പത്തികമായി നല്ല തീരുമാനം എടുക്കുന്നത്? എസ്റ്റാബ്ലിഷ്ഡ് പ്രോപ്പർട്ടി മേടിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ ഏറ്റവും നന്നായിട്ട് പ്രോപ്പർട്ടി മേടിക്കുന്ന നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ കാര്യം ഓർത്തിരിക്കുക. നല്ല പ്രോപ്പർട്ടി ഡിസിഷനിലേക്ക് എത്താൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.